ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാവുകയാണ്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി എൻ.ഡി.എ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി എൻ.ഡി.എ സഖ്യം. ബി.ജെ.പിയും ജെ.ഡി.യുവും 101 സീറ്റുകൾ വീതം മത്സരിക്കും. ലോക് ജനശക്തി പാർട്ടി 29 സീറ്റുകളാണ് മത്സരിക്കുക. മനു ഭര ചേരുന്ന വിവരങ്ങളുമായി. മനു, എന്താണെങ്കിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് വഴി ആദ്യ ലീഡ് എടുക്കുന്നു എൻ.ഡി.എ. മറുവശത്ത് എന്തായി? ഇന്ത്യ മുന്നണിയിലെ ചർച്ചകൾ തുടരുകയാണല്ലോ, അവിടെ ഒരു പ്രതിസന്ധിയുണ്ടോ? എൽദോ, ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം വിജയകരമായി മുന്നേറി എന്ന് പറയാനാകും. കാരണം ആദ്യഘട്ടം സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള വിവാദമാണ്. പക്ഷേ അത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ എൻ.ഡി.എ സഖ്യത്തിന് കഴിയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകളിലായിരുന്നു ബി.ജെ.പി മത്സരിച്ചിരുന്നത്. ഇത്തവണ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി 101 സീറ്റുകളിലേക്ക് ബി.ജെ.പി വരുന്നു. അതേപോലെ തന്നെ ജെ.ഡി.യുവും സമാനമായ രീതിയിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാണ് സീറ്റ് കുറഞ്ഞ് മത്സരിക്കുന്നത്. അപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, ജെ.ഡി.യുവിനെ സംബന്ധിച്ചിടത്തോളം സുഗമമായ ഒരു സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കിയിരിക്കുന്നു. എൽ.ജെ.പിക്ക് 29 സീറ്റുകൾ നൽകാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആർ.എൽ.എമ്മിന് 6 സീറ്റും എച്ച്.എ.എമ്മിന് 6 സീറ്റും നൽകാനാണ് ഇപ്പോഴത്തെ ധാരണയിൽ ഉള്ളത്. അതേസമയം ഇന്ത്യ സഖ്യം വലിയ ആശയക്കുഴപ്പത്തിലാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസുമായി ഒരു ധാരണയിലെത്താൻ ബീഹാറിൽ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാലുവും മകൻ തേജസ്വിയും ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാഹുൽ ഈ സീറ്റ് വിഭജനത്തിൽ ഇടപെടണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചതെങ്കിലും 19 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇത്തവണ 60 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നൽകാനാവൂ എന്ന നിലപാടിൽ ആണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായി അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. 60 സീറ്റുകൾ വേണം എന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നു. 50 സീറ്റുകൾ നൽകാം എന്ന നിലപാട് ലാലു പ്രസാദ് യാദവും എടുക്കുന്നു. അതുമാത്രമല്ല, മറ്റ് ചില തർക്കങ്ങൾ കൂടിയുണ്ട്. RJD ഇപ്പോൾ ആവശ്യപ്പെടുന്നത് 130ലധികം സീറ്റുകളിൽ മത്സരിക്കാൻ, 138 സീറ്റുകൾ വരെ മത്സരിക്കാൻ തങ്ങൾക്ക് കഴിയും. അതിനുള്ള ഒരു സാവകാശം വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. അതേസമയം പശുപതി പരാസ് 8 സീറ്റുകൾ ആവശ്യപ്പെടുന്നു. ML വിഭാഗങ്ങളാകട്ടെ 30 സീറ്റുകളോളം അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് 22 സീറ്റുകൾ വരെ വേണം എന്ന കടുംപിടുത്തത്തിലാണ് അവർ നിൽക്കുന്നത്. CPI-എമ്മും അവിടെ കൂടുതൽ സീറ്റുകൾ വേണം എന്ന നിലപാടിലാണ്. 2 സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുകേഷ് സൈനി ആകട്ടെ 30 സീറ്റ് വേണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ 18 സീറ്റുകൾ വരെ നൽകാം എന്ന ഒരു നിലപാട് ഇന്ത്യ മുന്നണിക്കുണ്ട്. അപ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി ഒരു ഇടപെടൽ നടത്തി പ്രശ്നം പരിഹരിക്കണം എന്ന ഒരാവശ്യമാണ് ഇപ്പോൾ ലാലുവും മകനും മുന്നോട്ട് വയ്ക്കുന്നത്. അത് എത്ര കണ്ട് വിജയിക്കും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ സഖ്യം അവിടെ അധികം നാൾ ഇനി ഇല്ല. 17-ാം തീയതിയോടുകൂടി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക ആദ്യഘട്ടത്തിൻ്റെ സമർപ്പിക്കണം. സ്വാഭാവികമായും വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഇതിനിടയിൽ ജെ.എമ്മും ഒരു നിലപാട് വെച്ചിരിക്കുന്നത് 14-ാം തീയതിക്കുള്ളിൽ ഇതിലൊരു അന്തിമ തീരുമാനമില്ലാതായാൽ പിന്നെ ജെ.എമ്മും സ്ഥാനാർത്ഥികൾ അവരുടെ തീരുമാനത്തിനനുസരിച്ച് പോകും എന്നൊരു നിലപാടും വയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ മുന്നണി ഒരു സങ്കീർണമായ സാഹചര്യത്തിലാണ്. അത് അതിജീവിക്കാൻ ഇനിയുള്ള മണിക്കൂറുകൾ വളരെ വളരെ നിർണായകമാണ്. റൈറ്റ് മനു, ഇനി ഇപ്പോൾ RJD നേതാക്കൾ ഡൽഹിയിലേക്ക് പോകുന്നു, അവിടെ ചർച്ചകൾ നടക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രത്യേകിച്ചും എൻ.ഡി.എയുടെ സീറ്റ് പ്രഖ്യാപനം സുഗമമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുക എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി മുന്നിലില്ലേ ഇന്ത്യ മുന്നണിക്ക്? അത് ജെ.എമ്മും അവർക്ക് ഒരു അന്ത്യശാസനം നൽകുകയാണ്. നാളെയോടുകൂടി അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ സമയം എന്ന നിലയിലാണ് നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ വഴി തിരഞ്ഞെടുക്കും എന്ന് അവർ വ്യക്തമാക്കുന്നു. CPI-എം ആകട്ടെ 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് അവരും ഇപ്പോൾ ചർച്ച. അപ്പം സിറ്റിംഗ് MLA-മാർ സുഗമമായ മണ്ഡലത്തിൽ ജയിക്കും എന്ന് ഇടത് സ്ഥാനാർത്ഥികൾ കരുതുന്നു. അതോടൊപ്പം തന്നെ ML വിഭാഗങ്ങളുടെ നിലപാട് വളരെ നിർണായകമാണ്. കോൺഗ്രസ് ഇവിടെ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന ആവശ്യമാണ് RJD മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഈ വോട്ടർ അധികാർ യാത്ര നടത്തിയ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് വാദം. അത് എത്ര കണ്ട് അംഗീകരിക്കാൻ RJD തയ്യാറാകും എന്നതിന് കൃത്യതയില്ല. കാരണം ലാലുവും കൂട്ടരും പറയുന്നത് തങ്ങൾക്ക് ആണ് ബീഹാറിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. അതുകൊണ്ട് പകുതിയിലധികം സീറ്റുകൾ തങ്ങൾക്ക് വേണം. അങ്ങനെ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായേക്കില്ല. കാരണം അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് വിജയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ
അത് കോൺഗ്രസ് അവിടെ തീർത്തും ഒരു വിലപേശൽ സാധ്യത ഇല്ലാത്തൊരു പാർട്ടിയായി മാറും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ബീഹാർ ഇനി വരാനിരിക്കുന്ന മറ്റ് പല തെരഞ്ഞെടുപ്പുകൾക്കും ഒരു മുന്നോടിയായി ഒരു ചൂണ്ടുപലകയാണ്. ബീഹാർ അല്ലാതെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായൊരു ഇടവുമാണ്. BJP സംബന്ധിച്ചിടത്തോളം അവിടെ പിടിച്ചു നിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. 74 സീറ്റാണ് കഴിഞ്ഞ തവണ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു, 100 മത്സരിച്ച്. അപ്പോൾ സ്വാഭാവികമായും അത് കുറെ കൂടെ മെച്ചപ്പെടുത്തുക എന്നൊരു നിലപാടും ഒരു സാഹചര്യവുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ പ്രതിസന്ധികൾ നിൽക്കുന്നു, പ്രതിബന്ധങ്ങൾ മറികടന്ന് വേണം ഇനി തെരഞ്ഞെടുപ്പിലെ ഗോതയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് ഇറങ്ങാൻ.